ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അതിഥി രവി. ജനുവരി 11 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ഞാൻ പള്ളുരുത്തിയിൽ വരുന്നു. നല്ല സ്വർണം എന്ന് ഇതിനോടകം പേരെടുത്ത സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മൂന്നാമത്തെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാം. അപ്പോൾ മറക്കണ്ട, ജനുവരി 11 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് പള്ളുരുത്തിയിൽ വെച്ച് കാണാം. സീ ഓൾ ദർ. ഡിവൈഎഫ്ഐ നസ്രത്ത് മേഖലാ സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KC അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ നസ്രത്ത് മേഖലാ സമ്മേളനം 2026 ജനുവരി 4 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് സെയിന്റ് ജോൺ പാട്ടം പാർക്കിൽ വെച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KC അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖല ഇന്ത്യൻ റെയിൽവേയാണ്. ഇപ്പോൾ ഞാൻ പറയാൻ പറ്റുന്നില്ല, കാരണം ഇന്ത്യൻ റെയിൽവേ എന്ത് ചെയ്തു? ഇന്ത്യൻ റെയിൽവേയെ മുറിച്ച് കഷ്ണമാക്കി സ്വകാര്യ മേഖലയിലേക്ക് വിറ്റു. ആര് വിറ്റു? മോദി വിറ്റു. ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് അവന്റെ വീടിനെ ഒന്ന് സംരക്ഷിക്കാൻ, അവന്റെ അടുത്ത ഭാവി തലമുറയെ ഒന്ന് സംരക്ഷിക്കാൻ. ചിലപ്പോൾ വീട് പണിയാനായിരിക്കും, ഉത്തരേന്ത്യയിലേക്ക് പോയി വീട് പണിയാനായിരിക്കില്ല, അവര് ശൗചാലയം പണിയാൻ വേണ്ടിയിട്ടാണ് ഈ ഗവൺമെന്റ് ജോലി. അത്രക്ക് ദരിദ്രമാണ് ഈ രാഷ്ട്രത്തിന്റെ സമ്പത്ത്. ആ ദരിദ്രമായ യുവജനങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് സർക്കാർ ജോലിയിലാണ്. ലിക്കുസൺ അധ്യക്ഷത വഹിച്ചു. ലിൻസൺ സ്വാഗതം പറഞ്ഞു. VC ബിജു, PJ ദാസൻ, NJ അലോഷി, ജെസി ഫ്രാൻസിസ് എന്നിവർ അഭിവാദ്യം നേർന്ന് സംസാരിച്ചു. ബിനോയ് നന്ദി പറഞ്ഞു. പുതിയ പ്രസിഡന്റായി ലിക്കുസൺ, സെക്രട്ടറിയായി ബിനോയ് എന്നിവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.